ഹലോ ഗൈസ്, യങ്ങർ സിബ്ലിങ്സ് ഉള്ള ആൾക്കാർ ഈ വീഡിയോനോട് റിലേറ്റ് ചെയ്യും. ഈ ചിരിച്ചിരിക്കുന്ന ആളെ എൻ്റെ കഴുത്തിറക്കിയിട്ടാണ് പോകുന്നത് ഗൈസ്. അവൾക്ക് കൊറിയയിലേക്ക് പോകണം എന്ന് ഞാൻ പറഞ്ഞു. അതൊന്നും നടക്കില്ല, വേണമെങ്കിൽ കുറച്ച് ഫുഡ് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ അവൾ ഒരു കൊറിയൻ റെസ്റ്റോറൻറ്റ് തപ്പിയെടുത്തു. ഞാൻ പോലും അറിഞ്ഞില്ല ബാംഗ്ലൂർ ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന്. മാഡം പരിഷ്കാരിയാണ്, പരിഷ്കാരി. ചോപ്പ് സ്റ്റിക്സ് കൊണ്ടേ കഴിക്കൂ. ആ ഫോർക്ക് എടുത്ത് കഴിക്കാനുണ്ടായിരുന്നുള്ളൂ. അവസാനം എന്താ, ഫോർക്കും ഇല്ല ചോപ്പ് സ്റ്റിക്സും ഇല്ല, കൈ കൊണ്ടെടുത്ത് കഴിക്കേണ്ട അവസ്ഥയെ. എനിക്കിഷ്ടമായത് ആ കൊറിയൻ ചിക്കൻ മാത്രമാണ്. റാമൻ വാസ് ഓക്കെ. അങ്ങനെ അതോടെ എനിക്ക് മനസ്സിലായി ഇവളെ പറഞ്ഞു വിട്ടാലേ ശരിയാവുള്ളൂ എന്ന്. അല്ലെങ്കിൽ ഇനി ഇവൾ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ആരോഗ്യത്തിന് ഹാനികരം. പോണേക്കാട്ട് മുമ്പ് എനിക്കൊരു കടിയും കൂടി തന്നിട്ടാണ് പോയത് ഗൈസ്. എന്തൊരു സ്നേഹം. അവിടെ കിടന്ന് ബസ്സിൽ കിടന്നിട്ട് ഓരോ കാട്ടിക്കൂട്ടലൊക്കെ ഉണ്ട്. അച്ഛൻ്റെ മുഖത്താണെങ്കിൽ ഫുൾ സന്തോഷം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഈ രണ്ടുപേരെയും കുറച്ച് ദിവസത്തേക്ക് കാണണ്ടല്ലോ. തിരിച്ച് ദുബായ് പോണേൻ്റെ സന്തോഷമാണ് അച്ഛന്. അത്ര ഇഷ്ടമാണ് മക്കളെ. അതുകൊണ്ടാണ് പാവത്തിൻ്റെ പോക്കറ്റും കീറിയൻ്റെ ഒരു ചെറിയ വിഷമം ആൾക്കുണ്ടെങ്കിലും മക്കളായിപ്പോയി, വേറെ വഴിയൊന്നുമില്ല. അങ്ങനെ ഭാര്യയും മക്കളെയൊക്കെ പറഞ്ഞു വിട്ടു. ഞാൻ അച്ഛനെയും പറഞ്ഞു വിട്ടു ഗൈസ്.